أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കുറച്ച് വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് ഫത്തഹ് മക്കയെക്കുറിച്ച് പ്രാഥമികമായി സംസാരിച്ചിരുന്നു. ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നു. ഈ യുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണങ്ങളെക്കുറിച്ച് ഖുറൈശികൾ ഹുദൈബിയ സന്ധി ലംഘിച്ചു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനോട് അഹങ്കാരത്തോടെ അവർ പറയുകയുണ്ടായി, ഞങ്ങൾ കരാർ അവസാനിപ്പിക്കുന്നു, ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യുദ്ധം ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഈ വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് മക്കയിലേക്ക് തിരിഞ്ഞു. അവരുടെ ഉടമ്പടി ലംഘനത്തിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഹുദൈബിയ സന്ധിയിൽ ഒരു വ്യവസ്ഥ ഇതായിരുന്നു: അറബ് ഗോത്രങ്ങളിൽ ആർക്ക് വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ഖുറൈശികളുമായി ഉടമ്പടി ഉണ്ടാക്കാം. അങ്ങനെ ഹറമിൻ്റെ ചുറ്റുപാടുകളിൽ താമസിച്ചിരുന്ന ബനു ബക്കർ, ബനു ഖുസാഅ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ബനു ഖുസാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി ഉണ്ടാക്കി. അവരുടെ എതിരാളികളായ ബനു ബക്കർ ഖുറൈശികളുമായി ഉടമ്പടി ഉണ്ടാക്കി. ഇതോടെ ഇരു ഗോത്രങ്ങളും പരസ്പര യുദ്ധങ്ങളിൽ നിന്ന് സുരക്ഷിതരായി. ജാഹിലിയ കാലഘട്ടത്തിൽ ബനു ഖുസാഅയും ബനു ബക്കറും തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. അതിൽ ബനു ബക്കർ ഒരു ഖുസാഅ ഗോത്രക്കാരനെ കൊലപ്പെടുത്തുകയും ബനു ഖുസാഅ അറബിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ബനു ബക്കറിലെ 3 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബനു ബക്കറും ബനു ഖുസാഅയും പരസ്പരം ഏറ്റുമുട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം. അവിടുന്ന് ഇസ്ലാമിൻ്റെ സന്ദേശം പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് ചർച്ചകളിൽ മുഴുകി. ഒരു പുതിയ കാര്യം അവരുടെ മുന്നിൽ വന്നപ്പോൾ അതിനെക്കുറിച്ചായി ചർച്ചകൾ. അവർ പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ അവരുടെ മനസ്സുകളിൽ വെറുപ്പും ദേഷ്യവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഹിജ്റ 8-ാം വർഷം ശഅബാൻ മാസത്തിൽ ഹുദൈബിയ സന്ധിക്ക് 22 മാസം പിന്നിട്ടിരുന്നു. ബനു ബക്കറിലെ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ ചൊല്ലി. ഇത് കേട്ട ബനു ഖുസായിലെ ഒരു യുവാവ് അയാളെ അടിക്കുകയും തലക്ക് പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ ഇരു ഗോത്രങ്ങളും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ ആരംഭിച്ചു. നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്ന ഗോത്ര വൈര്യം താൽക്കാലികമായി അടങ്ങിയിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച കവിതകൾ എഴുതിയ ബനു ബക്കറിലെ വ്യക്തി ബനു ബക്കർ ഗോത്രത്തിലെ ബനു നഫാസ കുടുംബക്കാരനായിരുന്നു. ആ കവിയെ ബനു ഖുസായിലെ യുവാവ് പരിക്കേൽപ്പിച്ചപ്പോൾ ബനു ബക്കറിലെ ബനു നഫാസ ഖുറൈശികളോട് ബനു ഖുസാക്കെതിരിൽ ആളുകളെയും ആയുധങ്ങളെയും കൊണ്ട് സഹായിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അബൂ സുഫിയാനെ കൂടാതെ ഖുറൈശികൾ അവരെ സഹായിക്കാൻ സമ്മതിച്ചു. അബൂ സുഫിയാനുമായി ഈ വിഷയത്തിൽ കൂടിയാലോചിക്കുകയോ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയുകയോ ചെയ്തിരുന്നില്ല. ഒരു അഭിപ്രായമനുസരിച്ച് അദ്ദേഹവുമായി കൂടിയാലോചന നടത്തിയിരുന്നെങ്കിലും അദ്ദേഹം യുദ്ധത്തിന് അനുവദിച്ചിട്ടില്ല.
എന്നിട്ടും ഖുറൈശികൾ ആയുധങ്ങളും കുതിരകളും ആളുകളുമായി അവരെ സഹായിച്ചു. ബനു ഖുസാഅക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം രഹസ്യമായിട്ടായിരുന്നു അവർ എല്ലാവരും ചേർന്ന് ആക്രമണം നടത്തിയത്. കരാർ കാരണം ബനു ഖുസാ തങ്ങളെ സുരക്ഷിതരായി കണക്കാക്കുകയും അശ്രദ്ധയിലായിരിക്കുകയുമായിരുന്നു. ഖുറൈശികളും ബനു ബക്കറും ബനു നഫാസയും ബത്തീർ എന്ന സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു. ഇത് മക്കയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹറമിൻ്റെ അതിർത്തിയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു. ബനു ഖസായുടെ വീടുകൾ ഈ സ്ഥലത്തായിരുന്നു. നിശ്ചിത സമയത്ത് ശത്രുപക്ഷം അവിടെ ഒത്തുകൂടി. ഖുറൈശികളുടെ നേതാക്കൾ വേഷം മാറി മുഖംമൂടികൾ ധരിച്ചിരുന്നു. അവരിൽ സഫ്വാൻ ബിൻ ഉമയ്യ, ഇക്രിമ ബിൻ അബി ജഹൽ, ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസ്സ, ഷൈബ ഇബ്നു ഉസ്മാൻ, മുക്രിദ് ഇബ്നു ഹഫ്സ എന്നിവരുണ്ടായിരുന്നു. അവരോടൊപ്പം അവരുടെ അടിമകളും ബനു ബക്കറിൻ്റെ നേതാവ് നൗഫൽ ഇബ്നു മുആവിയയും ഉണ്ടായിരുന്നു. ബനു ഖസാ സന്ധി കാരണം സുരക്ഷിതരാണെന്ന് വിശ്വസിച്ച് രാത്രി ഉറങ്ങുകയായിരുന്നു. അവരിൽ അധികവും കുട്ടികളും സ്ത്രീകളും ദുർബലരുമായിരുന്നു. ഖുറൈശികളും ബനു നഫാസയും അവരെ ആക്രമിക്കുകയും ആളുകളെ കൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. അവരിൽ ചിലർ ഓടി ഹറമിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചു. ബനു ഖുസാ ബനു ബക്കറിൻ്റെ നേതാവായ നൗഫൽ ഇബ്നു മുആവിയയോട് പറഞ്ഞു, "ഏ നൗഫൽ, ഇപ്പോൾ ഞങ്ങൾ ഹറമിൽ പ്രവേശിച്ചല്ലോ, നിനക്ക് നിന്റെ ദൈവത്തെ സത്യം." അപ്പോൾ നൗഫൽ വലിയ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, "ഇന്നൊരു ദൈവവുമില്ല." അവർ ഹറമിനുള്ളിലും കൊലയും കൊള്ളയും തുടർന്നു. അന്നു ബനു ബക്കർ ബനു ഖുസായയിലെ 20 പേരെ കൊലപ്പെടുത്തി. പിന്നീട് ഖുറൈശികൾ തങ്ങളുടെ ഈ പ്രവൃത്തിയിൽ ലജ്ജിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തങ്ങളും തമ്മിലുള്ള കരാർ തങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ ലംഘിക്കപ്പെട്ടുവെന്ന് അവർക്ക് അറിയാമായിരുന്നു. സുഹൈൽ ഇബ്നു അംർ നൗഫലിനോട് പറഞ്ഞു, "ഞങ്ങൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ചേർന്ന് ആളുകളെ കൊന്നുവെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ അവരെ കൂട്ടക്കൊല ചെയ്യുകയും ബാക്കിയുള്ളവരെയെല്ലാം കൊല്ലാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങളെ പിന്തുടരുന്നില്ല. അവരെ വിട്ടേക്കുക." അങ്ങനെ നൗഫൽ അവരെ വിട്ടയച്ചു. അവർ രക്ഷപ്പെട്ടു. ഹാരിസ് ബിൻ ഹിഷാം അബ്ദുല്ലാ ഇബ്നു അബി റബിയയും ഒരുമിച്ച് സഫ്വാൻ ഇബ്നു ഉമയ്യ, സുഹൈൽ ഇബ്നു അംർ, ഇക്രിമ ഇബ്നു അബി ജഹൽ എന്നിവരുടെ അടുത്ത് ചെന്ന് ബനു ഖുസാക്കെതിരെ ബനു ബക്കറിൻ്റെ സഹായിച്ചതിൽ അവരെ കഠിനമായി ശാസിച്ചു. "നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? നിങ്ങൾക്ക് ഒരു കരാറുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ചെയ്ത ഈ കാര്യം ഞങ്ങളും മുഹമ്മദും തമ്മിലുള്ള കരാറിനെ ലംഘിക്കുന്നതാണ്." ഹാരിസ് ബിൻ ഹിഷാം അബൂ സുഫിയാൻ്റെ അടുത്ത് ചെന്ന് തങ്ങളുടെ ഗോത്രം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, "ഞാൻ ഈ സംഭവത്തിൽ പങ്കാളിയായിരുന്നില്ലെങ്കിലും ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്നുമില്ല. ഇത് വളരെ മോശമായിപ്പോയി. അള്ളാഹു ആണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഇപ്പോൾ നമ്മളുമായി യുദ്ധം ചെയ്യും." അബൂ സുഫിയാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, "എൻ്റെ ഭാര്യ ഹിന്ദ് എന്നോട് പറഞ്ഞിരുന്നു, അവൾ ഒരു ഭയാനകമായ സ്വപ്നം കണ്ടിരുന്നു. അവൾ കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു: ഹുജൂൻ എന്ന പർവ്വതത്തിൽ നിന്നും ബൈത്തുല്ലായിൽ നിന്നും 1.5 മൈൽ അകലെ വാദി മുസ്സബിൻ്റെ ദിശയിലുള്ള ഒരു പർവ്വതമാണ്. രക്തത്തിൻ്റെ ഒരു നദി ഒഴുകി ഖന്തമ വരെ എത്തിയിട്ടുണ്ട്. ഖന്തമ മിനായുടെ വഴിയിലുള്ള മക്കയിലെ ഒരു പ്രശസ്തമായ പർവ്വതമാണ്. ആളുകൾ ഇത് വെറുത്തു. അതായത് രക്തം ഒഴുകി വരുന്നത് കണ്ട് അവർ വളരെയധികം ഭയപ്പെടുകയുണ്ടായി." ബനു ഖുസായുടെ മേലുള്ള ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കശ്ഫിലൂടെ അറിയിക്കുകയുണ്ടായി. ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് മൈമൂന ബിൻത് ഹാരിസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവരുടെ അടുത്തായിരുന്നു. അവിടെ നമസ്കരിക്കാൻ വുളു എടുക്കാനായി എഴുന്നേറ്റു. വുളു എടുക്കുന്ന സ്ഥലത്തായിരുന്നപ്പോൾ ലബ്ബേക് ലബ്ബേക് ലബ്ബേക്
എന്ന് 3 തവണ പറയുന്നതായി കേട്ടു. അത് ഞാൻ ഹാജരാണ്, ഞാൻ ഹാജരാണ്, ഞാൻ ഹാജരാണ്. പിന്നീട് 3 തവണ നുസിർത്ത 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 എന്ന് പറഞ്ഞതായും കേട്ടു. നിനക്ക് സഹായം ലഭിച്ചിരിക്കുന്നു, നിനക്ക് സഹായം ലഭിച്ചിരിക്കുന്നു, നിനക്ക് സഹായം ലഭിച്ചിരിക്കുന്നു. അവിടുന്ന് വുളു കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ താങ്കൾ 3 തവണ ലബ്ബൈക്ക് എന്നും 3 തവണ നുസിർത്ത എന്ന് പറയുന്നതായും കേട്ടല്ലോ. താങ്കൾ ആരോടെങ്കിലും സംസാരിക്കുകയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ഖുസായുടെ ഒരു ശാഖയായ ബനു കഅബിലെ ഒരാൾ ബനു ബക്രിനെതിരെ യുദ്ധ കവിതകൾ ചൊല്ലിക്കൊണ്ട് എന്നോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇത് കശ്ഫി അവസ്ഥയായിരുന്നു. ഖുറൈശികൾ ബനു ബക്കർ ബിൻ വായിലിനെ അവർക്കെതിരെ സഹായിച്ചുവെന്നും അയാൾ പറയുകയുണ്ടായി. ഹദ്റത്ത് മൈമൂന പറയുന്നു, 3 ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിപ്പിച്ചു. അപ്പോൾ ഞാൻ ഒരാൾ ഈ കവിത ചൊല്ലുന്നതായി കേട്ടു. യാ റബ്ബി ഇന്നി നാഷിദുൻ മുഹമ്മദ ഇഫ അബീന വ അബീഹിൽ അത്ലദ. എൻ്റെ റബ്ബെ, മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൂർവികരും അവരുടെ പൂർവികരും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ ബനു നഫാസയും ബനു ഖുസായും തമ്മിലുള്ള സംഭവം ബത്തീരിൽ നടന്ന ആ രാത്രിയുടെ പിറ്റേ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, ഖുസായിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ആയിഷ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളും അവർക്കുമിടയിലുള്ള കരാർ ലംഘിക്കാൻ ഖുറൈശികൾ ധൈര്യം കാണിക്കുമോ? യുദ്ധങ്ങൾ അവരെ ഇതിനകം തകർത്തിയിരിക്കുന്നുവല്ലോ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ആ കരാർ ലംഘിച്ചത് അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യത്തിനാണ്. ആയിഷ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതിൽ നന്മയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ, ഇതിൽ നന്മയുണ്ട്. അതായത് കരാർ ലംഘിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമായിരുന്നു, എന്നിട്ട് അതിന് അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഈ സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഹദ്റത്ത് മൈമൂന പറയുന്നു, ഒരു രാത്രി എൻ്റെ ഊഴത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് ഉറങ്ങുകയായിരുന്നു. തഹജ്ജുദിന് വേണ്ടി അവിടുന്ന് ഉണർന്ന് വുളു എടുക്കുന്നതിനിടയിൽ ഞാനൊരു ശബ്ദം കേട്ടു. അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്. അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, നുസിർത്ത നുസിർത്ത നുസിർത്ത. അവർ പറയുന്നു, തിരുനബി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ആരോടെങ്കിലും സംസാരിക്കുകയായിരുന്നു? തിരുനബി പറഞ്ഞു, അതെ, എൻ്റെ മുന്നിൽ കശ്ഫി രൂപത്തിൽ ഖുസായുടെ ഒരു സംഘം പ്രത്യക്ഷപ്പെട്ടു. അവർ ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ മുഹമ്മദ് നബിയോട് അവിടുത്തെ ദൈവത്തെ സത്യം ചെയ്ത് പറയുന്നു, അങ്ങയോടും അങ്ങയുടെ പിതാവന്മാരോടും ഞങ്ങൾ കരാറുകൾ ഉണ്ടാക്കിയിരുന്നു, ഞങ്ങൾ അങ്ങയെ സഹായിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഖുറൈശികൾ ഞങ്ങളോട് വഞ്ചന കാണിച്ചു. ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഞങ്ങളിൽ ചിലർ സുജൂദിലും ചിലർ റുക്കൂയിലുമായിരുന്നപ്പോൾ ഞങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സഹായം തേടി വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുസായിലെ ആ വ്യക്തി നിൽക്കുന്നതായി ഞാൻ കണ്ടു. കശ്ഫ് രൂപത്തിൽ ആ മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്. അതായത് ഞാൻ നിങ്ങളുടെ സഹായത്തിനായി ഹാജറാണ്. ഇത് 3 തവണ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നുസിർത്ത നുസിർത്ത നുസിർത്ത, അതായത് നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇതും 3 തവണ പറഞ്ഞു. പിന്നെ ഹദ്റത്ത് ആയിഷ പറയുന്നു, അതേ ദിവസം രാവിലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ വന്നു. അവിടുന്ന് പറഞ്ഞു, ഖുസായുമായി ബന്ധപ്പെട്ട് ഒരു അപകടകരമായ സംഭവം നടന്നിരിക്കുന്നു. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഖുസായുമായി ബന്ധപ്പെട്ട് അപകടകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ മക്കയുടെ അതിർത്തിയിലാണ്. ബനു ബക്കറുമായി കരാറിലുള്ള മക്കക്കാർ ഖുസാ ആക്രമിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത്രയധികം സത്യം ചെയ്തതിനു ശേഷവും ഖുറൈശികൾ കരാർ ലംഘിച്ച് ഖുസായെ ആക്രമിക്കുമോ? ഇത് സാധ്യമാണ്. അവിടുന്ന് പറഞ്ഞു, അതെ, അള്ളാഹു തആലയുടെ ഹിക്മത്ത് അനുസരിച്ച് അവർ ഈ കരാർ ലംഘിക്കുകയാണ്. ഈ ഹിക്മത്ത് ഇതായിരുന്നു, തിരുനബിക്ക് ആക്രമിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല, എന്നാൽ കരാർ ലംഘിക്കപ്പെട്ടതോടെ അനുവാദം ലഭിച്ചു. ഹദ്റത്ത് ആയിഷ പറയുന്നു,
ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതിൽ ഫലം നല്ലതായിരിക്കുമോ? അവിടുന്ന് പറഞ്ഞു, അതേ, ഫലം നല്ലതായിരിക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ എഴുതിയിരിക്കുന്നു, ബനു ബക്രിൻ്റെയും ഖുറൈശികളുടെയും ഈ ക്രൂരമായ നടപടിക്ക് ശേഷം ബനു ഖുസായിലെ അംർ ഇബ്നു സലീം 40 കുതിരപ്പടയാളികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അഭ്യർത്ഥിക്കാൻ പുറപ്പെട്ടു. ഖുസാ ഗോത്രത്തിലെ നേതാവായ ബുദൈൽ ഇബ്നു ബർക്ക ഖുസായും ഈ സംഘത്തിലുണ്ടായിരുന്നു. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ചും ഖുറൈശികൾ എങ്ങനെയാണ് ബനു ബക്രയിന് ആയുധങ്ങളും ആളുകളും കുതിരകളുമായി സഹായം നൽകിയത് എന്നും സഫ്വാന്, ഇക്രീമ, ഖുറൈശികളിലെ മറ്റ് നേതാക്കന്മാർ എങ്ങനെയാണ് ഈ കൂട്ടക്കൊലയിൽ പങ്കെടുത്തതെന്നും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിച്ചു. അപ്പോൾ അവിടുന്ന് മസ്ജിദിൽ സഹാബാക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവർ തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബനു ഖുസാഅയുടെ നേതാവായ അംർ ഇബ്നു സാലിം എഴുന്നേറ്റ് നിന്ന് ഏതാനും കവിതകൾ ചൊല്ലി സഹായം അഭ്യർത്ഥിച്ചു. അതിലൊരു വരി ഇതായിരുന്നു: യാ റബ്ബി ഇന്നി നാഷിദു മുഹമ്മദ ഹിൽഫ അബീന വ അബീൽ അത്ലദ. എൻ്റെ റബ്ബെ, ഞങ്ങളുടെ പൂർവികരും അവരുടെ പൂർവികരും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടിയെക്കുറിച്ച് ഞാൻ മുഹമ്മദ് നബിയെ ഓർമ്മിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംർ ഇബ്നു സാലിം, നിനക്ക് സഹായം ലഭിക്കും. അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ബനു ഖുസായയുടെ സംഘം തിരുനബിയുടെ അടുത്തെത്തിയപ്പോൾ തിരുനബി അവരോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ അതിക്രമം ആരാണ് ചെയ്തത്? അവർ പറഞ്ഞു, ബനു ബക്കർ. അവിടുന്ന് ചോദിച്ചു, ബനു ബക്കർ മുഴുവനുമാണോ? അവർ പറഞ്ഞു, അല്ല, ബനു നഫാസ. അവരുടെ നേതാവ് നൗഫൽ ഇബ്നു മുആവിയയാണ്. അവിടുന്ന് പറഞ്ഞു, ഇതൊരു ബനു ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗമാണല്ലോ. അങ്ങനെ ബനു ഖുസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒറ്റക്കൊറ്റക്ക് തിരിച്ചു പോവുക. ഇപ്പോൾ നിങ്ങൾ മടങ്ങുകയാണ്. അതിനാൽ ഒരുമിച്ച് ഒരു സംഘമായി പോകാതെ ഒറ്റക്കൊറ്റക്കാണ് പോകേണ്ടത്. അവർ തിരുനബിയെ കണ്ട് വരുന്നതാണെന്ന് ആരും അറിയാതിരിക്കാനാണ് ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നത്. ഈ കാര്യം രഹസ്യമാക്കി വെക്കുക. അങ്ങനെ ബനു ഖുസാ ഒറ്റക്കൊറ്റക്ക് തിരിച്ചുപോയി. അവരിൽ ചിലർ കടൽ തീരത്തേക്കുള്ള വഴിയിലൂടെ പോയി. ബുദൈൽ ഇബ്നു ബർക്കയെ പോലെയുള്ളവർ ചിലർ സാധാരണ വഴിയിലൂടെയും പോയി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കഅബ് ഗോത്രത്തിൻ്റെ, അതായത് ഖുസായുടെ കാര്യത്തിൽ അവിടുന്ന് വളരെ കോപിതനായിരുന്നു. തിരുനബിയെ അത്രയും കടുത്ത കോപത്തിൽ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ഖുസായുടെ സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു ആണ് സത്യം. എൻ്റെ കുടുംബത്തെയും വീട്ടുകാരെയും ഞാൻ സംരക്ഷിക്കുന്നതെല്ലാം കൊണ്ടും ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്. ഈ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഹിജ്റ 8-ാം വർഷം റമദാൻ മാസത്തിൽ അറബ് ലോകത്ത് ഇസ്ലാം സ്ഥിരപ്രതിഷ്ഠ നേടിയ ആ അന്തിമ യുദ്ധത്തിനായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. സംഭവം ഇങ്ങനെയായിരുന്നു: ഹുദൈബിയ സന്ധിയിൽ അറബ് ഗോത്രങ്ങളിൽ ആർക്ക് വേണമെങ്കിലും മക്കക്കാരുമായി ചേരാമെന്നും ആർക്ക് വേണമെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരാമെന്നും തീരുമാനിച്ചിരുന്നു. 10 വർഷത്തേക്ക് ഇരു വിഭാഗത്തിനും പരസ്പരം യുദ്ധം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ലെന്നും ഒരു കൂട്ടർ മറ്റു കൂട്ടരെ ആക്രമിച്ച് സന്ധി ലംഘിക്കപ്പെടുകയാണെങ്കിലല്ലാതെ എന്നും ധാരണയിലെത്തിയിരുന്നു. ഈ ഉടമ്പടി പ്രകാരം അറബ് ഗോത്രമായ ബനു ബക്കർ മക്കക്കാരുമായി ചേർന്നു. ഖുസാ ഗോത്രം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നു. അറബികളിലെ കാഫിരീങ്ങൾ കരാറുകൾ പാലിക്കുന്നതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നില്ല, പ്രത്യേകിച്ചു മുസ്ലിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ. ബനു ബക്കറിന് ഖുസാ ഗോത്രവുമായി മുൻകാല വൈരാഗ്യമുണ്ടായിരുന്നത് കാരണം ഹുദൈബിയ സന്ധി കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ മക്കക്കാരുമായി കൂടിയാലോചിച്ചു. ഖുസാ ഗോത്രം സന്ധി കാരണം തികച്ചും സുരക്ഷിതരാണെന്നും ഇപ്പോൾ അവരോട് പ്രതികാരം ചെയ്യാൻ നല്ല അവസരമാണെന്നും അവർ പറഞ്ഞു. അങ്ങനെ മക്കയിലെ ഖുറൈശികളും ബനു ബക്കറും ചേർന്ന് രാത്രിയിൽ ബനു ഖുസായെ ആക്രമിക്കുകയും അവരിൽ ധാരാളം പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഖുറൈശികൾ ബനു ബക്കറുമായി ചേർന്ന് ഈ ആക്രമണം നടത്തിയെന്ന് ഖുസാക്ക് മനസ്സിലായപ്പോൾ ഈ ഉടമ്പടി ലംഘനം അറിയിക്കാൻ അവർ 40 പേരെ കുതിച്ചു പായുന്ന ഒട്ടകവുമായി ഉടൻ തന്നെ മദീനയിലേക്ക് അയച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു,
പരസ്പര ഉടമ്പടി പ്രകാരം ഇപ്പോൾ അങ്ങയുടെ കടമയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യേണ്ടതും മക്കയിലേക്ക് സൈന്യത്തെ അയക്കേണ്ടതും. ഈ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖം എൻ്റെ ദുഃഖമാണ്, ഞാൻ എൻ്റെ കരാറിൽ ഉറച്ചു നിൽക്കുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മേഘത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മേഘക്കൂട്ടത്തിൽ നിന്ന് മഴ പെയ്യുന്നത് പോലെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സഹായത്തിനായി ഇസ്ലാമിക സൈന്യങ്ങൾ എത്തിച്ചേരും. ഒരു വിവരണം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംദറയെ ഖുറൈശികളുടെ അടുത്തേക്ക് അയക്കുകയും 3 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒന്നുകിൽ അവർ ബനു ഖുസായിലെ കൊല്ലപ്പെട്ടവരുടെ ദിയ്യത്ത്, അതായത് രക്തപരിഹാരം നൽകുക, അല്ലെങ്കിൽ ബനു നഫാസയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഹുദൈബിയ സന്ധി അവസാനിപ്പിക്കുക. ഹദ്റത്ത് ദംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനായി അവരുടെ അടുത്തേക്ക് പോയി മസ്ജിദുൽ ഹറമിൻ്റെ കവാടത്തിനരികിൽ തൻ്റെ ഒട്ടകത്തെ ഇരുത്തി അകത്ത് പ്രവേശിച്ചു. ഖുറൈശികൾ അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കുകയായിരുന്നു. ഹദ്റത്ത് ദംറ താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതനാണെന്നും അവിടുത്തെ സന്ദേശം അവർക്ക് കൈമാറുകയും ചെയ്തു. ഖർദ ഇബ്നു അബ്ദു അമ്ര പറഞ്ഞു, ഞങ്ങൾ ബനു ഖുസായിലെ കൊല്ലപ്പെട്ടവരുടെ ദിയ്യത്ത് നൽകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ധാന്യങ്ങളോ കന്നുകാലികളോ അവശേഷിക്കുകയില്ല. കാരണം അത്രയധികം ആളുകളുടെ ദിയ്യത്ത് നൽകാൻ വലിയൊരു തുക ആവശ്യമാണ്. ബനു നഫാസയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ച് അറബികളിൽ അവരുടെ അത്രയും ബൈത്തുള്ളായെ ആദരിക്കുന്ന മറ്റൊരു ഗോത്രവുമില്ല. അവർ ഞങ്ങളുടെ സഖ്യകക്ഷികളുമാണ്. ഞങ്ങളുടെ കൈവശം എന്തെങ്കിലുമുള്ളിടത്തോളം കാലം അവരുടെ സൗഹൃദത്തിൽ നിന്ന് ഞങ്ങൾ വേർപെടില്ല. എന്നാൽ ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ കരാർ തന്നെ അവസാനിപ്പിക്കുന്നു, അതായത് ഹുദൈബിയ സന്ധി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഹദ്റത്ത് ദംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മടങ്ങിയെത്തി ഖുറൈശികളുടെ മറുപടിയെക്കുറിച്ച് തിരുനബിയെ അറിയിച്ചു. ഖുറൈശികൾ തങ്ങൾ ചെയ്ത കാര്യത്തിൽ പിന്നീട് പശ്ചാത്തപിക്കുകയും അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അയക്കുകയും ചെയ്തു. അബൂ സുഫിയാൻ വരുന്നതിനെക്കുറിച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻകൂട്ടി അറിയിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് അവിടുന്ന് ജനങ്ങളെ അറിയിച്ചു, അബൂ സുഫിയാൻ സന്ധി പുതുക്കുന്നതിനായി വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അബൂ സുഫിയാൻ മദീനയിൽ വരുന്നതിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അയാൾ പറയും സന്ധി പുതുക്കണമെന്നും സമാധാനം വർദ്ധിപ്പിക്കണമെന്നും. എന്നാൽ അയാൾ നിരാശയോടെ മടങ്ങും. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യവും അംഗീകരിക്കപ്പെടുകയില്ല. ഒരു നിവേദനം അനുസരിച്ച് ഹാരിസ് ബിനു ഹിഷാമും അബ്ദുല്ലാഹിബിന് അബി റബിയയും അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഈ വിഷയത്തിൽ സന്ധി അനിവാര്യമാണ്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളോടൊപ്പം നമ്മളെ ആക്രമിക്കും. അങ്ങനെ അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ അടിമയും 2 ഒട്ടകപ്പുറത്ത് യാത്ര പുറപ്പെട്ടു. അവർ വേഗത്തിൽ യാത്ര ചെയ്ത് മദീനയിലെത്തി. അദ്ദേഹം ആദ്യം പോയത് തൻ്റെ മകളായ ഉമ്മു ഹബീബയുടെ അടുത്തേക്കാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാളായിരുന്നു. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കയിൽ ഇരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഹദ്റത്ത് ഉമ്മു ഹബീബ കിടക്ക ചുരുട്ടിയെടുത്തു. അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മോളെ, ഈ കിടക്ക എനിക്ക് യോജിക്കുന്നതല്ലേ, അതോ ഞാൻ അതിന് യോഗ്യനല്ലേ? ഹദ്റത്ത് ഉമ്മു ഹബീബ പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കയാണ്. താങ്കൾ ഒരു മുശ്രിക്കും അശുദ്ധനുമാണ്. താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടക്കയിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, എൻ്റെ മോളെ, നീ എൻ്റെ ശേഷം തിന്മയിൽ പെട്ടുപോയിരിക്കുന്നു. ഉമ്മു ഹബീബ പറഞ്ഞു, അല്ല, അള്ളാഹുവാണ് എന്നെ ഇസ്ലാമിലേക്ക് വഴികാട്ടിയിരിക്കുന്നത്. എൻ്റെ പിതാവേ, താങ്കൾ ഖുറൈശികളുടെ തലവനും നേതാവുമാണ്. താങ്കൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് ഇത്രയും താമസം? കേൾക്കാനോ കാണാനോ കഴിയാത്ത വിഗ്രഹങ്ങളെ താങ്കൾ ആരാധിക്കുന്നു. അവർ അദ്ദേഹത്തിന് അപ്പോൾ തബ്ലീഗ് ചെയ്തു. അബൂ സുഫിയാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പള്ളിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഓ മുഹമ്മദ്, ഞാൻ ഹുദൈബിയ സന്ധി സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങ് ആ കരാർ പുതുക്കുകയും
ഞങ്ങൾക്ക് കാലാവധി നീട്ടിത്തരികയും ചെയ്യുക. അവിടുന്ന് ചോദിച്ചു, അബൂ സുഫിയാൻ, താങ്കൾ ഇതിനു വേണ്ടി മാത്രമാണോ വന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ. അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, ഞങ്ങൾ ഹുദൈബിയ സന്ധിയിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അദ്ദേഹം തെറ്റായ വിവരണമാണ് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ കരാറിൽ സന്ധിയിലും ഉറച്ചു നിൽക്കുന്നു, ഞങ്ങളും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ കരാർ നിലനിർത്തണം, ശരിയാണ്, ഞങ്ങളും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അബൂ സുഫിയാൻ തൻ്റെ വാദം ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടിയും ഒന്നും തന്നെ നൽകിയില്ല. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കറിൻ്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിക്കുക, അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് അഭയം പ്രഖ്യാപിക്കുക. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, എൻ്റെ അഭയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭയത്തിലാണ്. പിന്നെ അബൂ സുഫിയാൻ ഹസ്രത്ത് ഉമറിൻ്റെ അടുത്ത് പോയി ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചതുപോലെ സംസാരിച്ചു. പിന്നീട് ഹസ്രത്ത് ഉസ്മാൻ്റെ അടുത്ത് പോയി അവരോട് പറഞ്ഞു, ജനങ്ങളിൽ നിങ്ങളെക്കാൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുവരെ മറ്റാരുമില്ല. സന്ധിയുടെ കാലാവധി വർദ്ധിപ്പിക്കുകയും കരാർ പുതുക്കുകയും ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ വാക്ക് തള്ളിക്കളയില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭയത്തിലാണ്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നിരാശനായ ഹസ്രത്ത് അലിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, ഓ വലിയ ബന്ധത്തിൽ നിങ്ങൾ എനിക്ക് ഏറ്റവും അടുത്ത ആളാണ്. ഞാനൊരു സുപ്രധാന കാര്യത്തിനാണ് വന്നിരിക്കുന്നത്, എന്നാൽ വെറും കൈയോടെ മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുക. ഹസ്രത്ത് അലി മറുപടി പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് നാശം. അലി പറഞ്ഞു, നിങ്ങൾക്ക് നാശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഉറച്ചു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അവിടത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്കൊരു കഴിയുമില്ല. ഞങ്ങൾക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഹസ്രത്ത് അലിയോട് പറഞ്ഞു, അലി, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു, എനിക്കൊരു ഉപദേശം നൽകുക. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണ്, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ബനു കിനാനയുടെ നേതാവാണല്ലോ. എഴുന്നേൽക്കുക, ജനങ്ങൾക്കിടയിൽ അഭയം പ്രഖ്യാപിക്കുക, എന്നിട്ട് നിങ്ങളുടെ നഗരത്തിലേക്ക് മടങ്ങുക. അബൂ സുഫിയാൻ മസ്ജിദ് നബിയിൽ പോയി പറഞ്ഞു, ഓ ജനങ്ങളെ, ഞാൻ ജനങ്ങൾക്കിടയിൽ സമാധാനം പ്രഖ്യാപിക്കുന്നു. എൻ്റെ കരാർ നിങ്ങൾ ലംഘിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, ഓ മുഹമ്മദ്, ഞാൻ ജനങ്ങൾക്കിടയിൽ സമാധാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഓ അബൂ ഹൻസല, ഇത് നീ മാത്രമാണ് പറയുന്നത്, അതായത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ഇത് നിന്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ്. പിന്നെ അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി തിരിച്ചുപോയി. ഒരു നിവേദനം അനുസരിച്ച് അദ്ദേഹം ഹസ്രത്ത് ഫാത്തിമയോട് ശുപാർശ ചെയ്യാൻ സംസാരിച്ചിരുന്നു, എന്നാൽ അവരും വിസമ്മതിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ പുതിയ ഉടമ്പടിയോ ധാരണയോ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലും പരാജയപ്പെട്ട് നിരാശയോടെ മടങ്ങി. അബൂ സുഫിയാൻ തൻ്റെ ഗോത്രത്തിലേക്ക് തിരികെ വന്ന് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പോൾ അവരും അബൂ സുഫിയാനെ കുറ്റപ്പെടുത്തി, നീ ഒരു നല്ല കാര്യവും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇതിനെ ചരിത്രപരമായ വീക്ഷണകോണിൽ നിന്ന് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നു, മക്കക്കാർ അബൂ സുഫിയാനെ മദീനയിലേക്ക് അയച്ചത് മുസ്ലിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അക്രമത്തിൽ നിന്നും തടയാനായിരുന്നു. അബൂ സുഫിയാൻ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർബന്ധിക്കാൻ തുടങ്ങി, ഞാൻ ഹുദൈബിയ സന്ധിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുതിയൊരു കരാർ ഉണ്ടാക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാക്കിന് മറുപടി നൽകിയില്ല. കാരണം മറുപടി നൽകുന്നത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. നിരാശനായ അബൂ സുഫിയാൻ പരിഭ്രാന്തനായി പള്ളിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഓ ജനങ്ങളെ, ഞാൻ മക്കക്കാരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കായി പുതിയതായി സമാധാനം പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ടപ്പോൾ മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ മണ്ടത്തരമോർത്ത് ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സുഫിയാൻ, ഈ കാര്യം നീ ഏകപക്ഷീയമായി പറയുകയാണ്. ഞങ്ങൾ നിന്നോട് അത്തരമൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഗവേഷണ വിഭാഗം റിസർച്ച് സെല്ല് ഇക്കാര്യത്തിൽ ഒരു കുറിപ്പ് എഴുതുന്നു. അബൂ സുഫിയാൻ ഞാൻ ഹുദൈബിയ സന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് പരിശോധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ഇത് രേഖപ്പെടുത്തിയിരിക്കാം, അതുകൊണ്ടാണ് അവർ ഈ കാര്യം ഉന്നയിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. എന്നാൽ ചരിത്രപരമായ കാര്യങ്ങളിൽ ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ചോദ്യം ഉന്നയിച്ചേക്കാം, ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പരിശോധിക്കേണ്ടതല്ലേ? കാരണം ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ചിലതിൽ ഈ സംഭവത്തിൽ
അതായത് മദീനയിലെത്തിയപ്പോൾ അബൂ സുഫിയാൻ ഞാൻ ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതായി കാണാം. എന്നാൽ ഭൂരിഭാഗം ഗ്രന്ഥങ്ങളിലും മൗനം പാലിക്കുന്നു. ചില ജീവചരിത്രങ്ങളിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ഗ്രന്ഥങ്ങളും മൗനം പാലിക്കുന്നു. ഭൂരിഭാഗം ചരിത്രകാരന്മാരും അബൂ സുഫിയാൻ്റെ ഈ വാക്ക് പരാമർശിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഹുദൈബിയ സന്ധിക്ക് അബൂ സുഫിയാൻ ശരിക്കും ഉണ്ടായിരുന്നില്ലേ? വാഖിദിയുടെ കിതാബുൽ മഗാസി, സീറത്തുൽ ഹലബിയ, മറ്റു ചില ഗ്രന്ഥങ്ങൾ എന്നിവയിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും ഹുദൈബിയ സന്ധിക്ക് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഉസ്മാനെ മക്കയിലേക്ക് അയച്ചത് അബൂ സുഫിയാനെയും മറ്റു ഖുറൈശി നേതാക്കളെയും തങ്ങൾ യുദ്ധത്തിന് വന്നതല്ലെന്ന് അറിയിക്കാനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അബൂ സുഫിയാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. എങ്കിലും ഹുദൈബിയ സന്ധി സമയത്ത് ഹുദൈബിയയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിക്കാനോ കരാറുണ്ടാക്കാനോ നേരിട്ട് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഖുറൈശികളുടെ നേതാവ് അദ്ദേഹം തന്നെയായിരുന്നിട്ടും ഈ കരാറിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പോ സാക്ഷ്യമോ ഇല്ല. അതുകൊണ്ട് മദീനയിൽ വെച്ച് അദ്ദേഹം ഞാൻ ഹുദൈബിയ സന്ധിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് കരാർ എഴുതുന്ന സമയത്തും ഞാൻ ഉണ്ടായിരുന്നില്ല എന്നോ അല്ലെങ്കിൽ താൻ അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്നോ ആകാം. എന്തായാലും മദീനയിൽ വന്നു അദ്ദേഹം ഇതേ കാര്യം ആവർത്തിച്ചിരിക്കാം. കാരണം തൻ്റെ ഒപ്പ് അതിലില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗവേഷണ വിഭാഗത്തിൻ്റെ അഭിപ്രായമാണ്. എന്നാൽ അവർ തന്നെ അവരുടെ ഈ അഭിപ്രായത്തെ, അതായത് അബൂ സുഫിയാൻ കരാറിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നതിനെ അവർ പറയുന്ന വിശദീകരണത്തിലൂടെ തന്നെ നിരാകരിക്കുന്നുണ്ട്. കാരണം ഒരു നേതാവായിരുന്നിട്ടും കരാറിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പില്ല എന്നതും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തന്നെയാണ് അബൂ സുഫിയാൻ ഒരു ന്യായീകരണമായി ഉപയോഗിച്ചത്. അതിനാൽ അദ്ദേഹം മദീനയിൽ വന്ന് ഞാൻ കരാറിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞതിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നു. ഒരുപക്ഷെ ഉൾപ്പെട്ടിരുന്നു, സന്നിഹിതനായിരുന്നു എന്നീ വാക്കുകളുടെ ഉപയോഗത്തിൽ നിവേദകന് തെറ്റ് സംഭവിച്ചിരിക്കാം. പക്ഷേ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം കരാറിൻ്റെ ഭാഗമായിരുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു എന്നാണ്. ഇതാണ് വ്യക്തമായി വരുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹും ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെന്ന് അവിടുന്ന് അത് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കരാറിൽ ഉൾപ്പെട്ടിരുന്ന എന്നത് തന്നെയാണ് ശരിയായി തോന്നുന്നത്. ഞാൻ സന്നിഹിതനായിരുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത് ഒരു ചരിത്രപരമായ വിഷയമായിരുന്നു. ഞാനത് വിവരിച്ചു എന്ന് മാത്രം. അതിനാൽ ഇതിൽ ഒരു ആശയക്കുഴപ്പവും ആവശ്യമില്ല, ഒരു ചോദ്യവും ഉയർന്നില്ല. ഈ കാര്യം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ സൈനിക നീക്കത്തിൽ പോകുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ രഹസ്യമായി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജനങ്ങളോട് യാത്രക്ക് തയ്യാറെടുക്കാൻ കൽപ്പിച്ചുവെങ്കിലും എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, എൻ്റെ യാത്രയ്ക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കുക. ഇത് പറഞ്ഞ് അവിടുന്ന് വീട്ടിൽ നിന്നും പുറത്തുപോയി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ തൻ്റെ മകളായ ഹസ്രത്ത് ആയിഷയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ഹസ്രത്ത് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധനങ്ങൾ ഒരുക്കുകയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ ചോദിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഹസ്രത്ത് ആയിഷ മൗനം പാലിച്ചു. ഹസ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഒരുപക്ഷെ റോമക്കാരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നജിദിലെ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഖുറൈശികളുടെ അടുത്തേക്ക് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം. പക്ഷേ അവരുമായി കരാറിൻ്റെ കാലാവധി ഇനിയും ബാക്കിയുണ്ടല്ലോ. ഹദ്റത്ത് ആയിഷ അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യത്തിനും മൗനം പാലിച്ചു, ഒരു മറുപടി നൽകിയില്ല. അതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വന്നു. അപ്പോൾ ഹദ്റത്ത് അബൂബക്കർ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, എവിടെയെങ്കിലും പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ. അത് അബൂബക്കർ ചോദിച്ചു, അങ്ങയുടെ ഉദ്ദേശം ബനു അസ്ഫറിൻ്റെ, അതായത് റോമക്കാരുടെ അടുത്തേക്കാണോ? അവിടുന്ന് പറഞ്ഞു, അല്ല. ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു, അങ്ങയുടെ ഉദ്ദേശം നജിദിലെ ജനങ്ങളുടെ അടുത്തേക്കാണോ? അവിടുന്ന് പറഞ്ഞു, അല്ല. ഹദ്റത്ത് അബൂബക്കർ ചോദിച്ചു, ഒരുപക്ഷെ
അങ്ങയുടെ ഉദ്ദേശം ഖുറൈശികളുടെ അടുത്തേക്കാണ്. അവിടുന്ന് പറഞ്ഞു, അതെ. ഇത് കേട്ട് ഹദ്രത്ത് അബൂബക്കർ ചോദിച്ചു, താങ്കൾക്കും അവർക്കുമിടയിൽ ഒരു കരാറില്ലേ? അതായത് ഉദൈബിയ സന്ധി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു കഅബ്, അതായത് ഹുസാ ഗോത്രവുമായി അവർ എന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് സീറത്തുൽ ഹലബിയയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഹദ്രത്ത് അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതെ. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, എങ്കിൽ ഞാനും തയ്യാറെടുക്കട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഹദ്രത്ത് അബൂബക്കർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എവിടേക്കാണ് അങ്ങയുടെ യാത്രയുടെ ഉദ്ദേശം? അവിടുന്ന് പറഞ്ഞു, ഖുറൈശികളുടെ നേർക്ക്. എന്നാൽ ഒപ്പം ഇതും പറഞ്ഞു, അബൂബക്കർ, ഈ കാര്യം ഇപ്പോൾ രഹസ്യമാക്കി വെക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തയ്യാറെടുക്കാൻ കൽപ്പിച്ചുവെങ്കിലും എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രാമങ്ങളിലേക്കും ചുറ്റുമുള്ള മുസ്ലിങ്ങളിലേക്കും സന്ദേശങ്ങൾ അയച്ചു. അവരോട് പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഏതൊരാളും റമദാൻ മാസത്തിൽ മദീനയിൽ ഹാജരാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമനുസരിച്ച് അറബ് ഗോത്രങ്ങൾ മദീനയിൽ എത്താൻ തുടങ്ങി. മദീനയിലെത്തിയ ഗോത്രങ്ങളിൽ ബനു അസം, ബനു ഗിഫാർ, ബനു മുസൈന, ബനു അഷ്ജഅ, ബനു ജുഹൈന എന്നിവരുണ്ടായിരുന്നു. ഒരു നിവേദനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കൂടിയാലോചന നടത്തി. പിന്നെ ഹസ്രത്ത് ഉമറിനെ വിളിച്ച് കൂടിയാലോചന നടത്തി. അതിനുശേഷം എല്ലാ മുസ്ലിങ്ങളോടും യാത്രക്ക് തയ്യാറെടുക്കാൻ നിർദ്ദേശിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, റസൂലെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു ഭാര്യയോട് പറഞ്ഞു, എൻ്റെ യാത്രാ സാധനങ്ങൾ തയ്യാറാക്കുക. അവർ യാത്രക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ആയിഷയോട് പറഞ്ഞു, എനിക്ക് സത്തു പോലെയുള്ള ധാന്യങ്ങൾ വറുത്ത് തയ്യാറാക്കുക. അത്തരം ഭക്ഷണങ്ങളായിരുന്നു അക്കാലത്ത് സാധാരണയായി ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ധാന്യങ്ങളിൽ നിന്ന് മണ്ണും മറ്റും നീക്കി വൃത്തിയാക്കാൻ തുടങ്ങി. അത് അബൂബക്കർ തൻ്റെ മകളുടെ വീട്ടിൽ വന്നപ്പോൾ ഈ ഒരുക്കങ്ങൾ കണ്ട് ചോദിച്ചു, ആയിഷ, ഇതെന്തിൻ്റെ തയ്യാറെടുപ്പാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും യാത്രക്ക് തയ്യാറെടുക്കുകയാണോ? അവർ പറഞ്ഞു, യാത്രക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. അവിടുന്ന് യാത്രക്ക് തയ്യാറെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അബൂബക്കർ ചോദിച്ചു, വല്ല യുദ്ധത്തിനും ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒന്നും അറിയില്ല. ഹസ്രത്ത് ആയിഷ മറുപടി നൽകി, എനിക്കൊന്നും അറിയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ യാത്രാ സാധനങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് തയ്യാറാക്കുകയാണ്. ഹസ്രത്ത് ആയിഷ മറുപടി നൽകി, ഞങ്ങൾ സാധനങ്ങൾ തയ്യാറാക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും ഞങ്ങൾക്കറിയില്ല. 2-3 ദിവസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബൂബക്കറിനെയും ഉമറിനെയും വിളിച്ചു പറഞ്ഞു, നോക്കൂ, ഖുസായിലെ ആളുകൾ വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. അല്ലാഹു തആല എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം നൽകിയിരുന്നു. അവർ വഞ്ചന കാണിച്ചു. നമ്മൾ അവരുമായി കരാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നാം ഭയപ്പെടുകയും മക്കക്കാരുടെ ധീരതയും ശക്തിയും കണ്ട് അവരെ നേരിടാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നത് വിശ്വാസത്തിനെതിരാണ്. എന്തായാലും നാം അവിടേക്ക് പോകണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് അവരുമായി കരാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അവർ അങ്ങയുടെ സ്വന്തം ഗോത്രമല്ലേ? അതുകൊണ്ട് അവിടെ സ്വന്തം ഗോത്രത്തെ കൊല്ലാനാണോ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ നമ്മുടെ ഗോത്രങ്ങളെ കൊല്ലില്ല, കരാർ ലംഘിച്ചവരെ കൊല്ലുന്നതാണ്. പിന്നീട് ഹദ്റത്ത് ഉമറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദ്റത്ത് ഉമറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ല, ഈ ദിവസം എനിക്ക് ലഭിക്കാൻ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷണത്തിൽ കുഫാറുകളുമായി പോരാടാൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ വലിയ മൃദുല സ്വഭാവക്കാരനാണ്. എന്നാൽ സത്യമായ വാക്ക് ഉമറിൻ്റെ നാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഉമർ പറഞ്ഞതാണ് ശരിയായ കാര്യം. പറഞ്ഞു, തയ്യാറെടുക്കുക. പിന്നെ അവിടുന്ന് ചുറ്റുമുള്ള ഗോത്രങ്ങളിലേക്ക് സന്ദേശം അയച്ചും, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും റമദാൻ്റെ ആദ്യ ദിവസങ്ങളിൽ മദീനയിൽ ഒരുമിച്ച് കൂടട്ടെ. ഈ യാത്ര രഹസ്യമായി സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ തന്ത്രങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ യാത്രയ്ക്ക് മുമ്പ് ഹദ്റത്ത് അബൂ ഖത്താദ ഇബ്നു റബീഇൻ്റെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന ഒരു സംഘത്തെ വാദി
ഇസ്മിലേക്ക് മക്കയുടെ എതിർദിശയിലേക്ക് അയച്ചു. ഇത് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിശയിലേക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ധരിക്കാനാണ്, വാർത്ത പ്രചരിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു. ഇസം മദീനയിൽ നിന്ന് 36 മൈൽ അകലെ കിഴക്ക് നജിദിലുള്ള ഒരു താഴ്വരയാണ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുറ്റുപാടുകളിലേക്ക് ചില ആളുകളെ അയച്ചു. അവരുടെ എല്ലാം ചുമതല ഇതായിരുന്നു: മക്കയിലേക്ക് പോകുന്ന ഏതൊരു അപരിചിതനെയും തിരികെ അയക്കുക. ഈ ജോലികളെല്ലാം നിരീക്ഷിക്കാൻ ഹസ്രത്ത് ഉമറിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ഒരു നിരീക്ഷകനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈ എല്ലാ മുൻകരുതലുകളും എടുത്ത് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി കൈകൾ ഉയർത്തി ഇങ്ങനെ അപേക്ഷിക്കുകയുണ്ടായി: അല്ലാഹുമ്മ ഖുസ് അലാ അസ്മാഇഹിം വഅബ്സാരിഹിം വലാ യറൗന ഇല്ലാ ബഗ്ത വലാ യസ്മഊന ബിനാ ഇല്ലാ ഫജാഅ. അള്ളാഹുവേ, ഖുറൈശികളുടെ ചെവികളെയും കണ്ണുകളെയും തടയണമേ, അതായത് അവരുടെ ചാരന്മാരെയും വിവരദാതാക്കളെയും തടയണമേ. ഞങ്ങൾ അവരിലേക്ക് പെട്ടെന്ന് ചെന്നെത്തുന്നത് വരെയല്ലാതെ അവർ ഞങ്ങളെ കാണാതിരിക്കാൻ, ഞങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്നത് വരെയല്ലാതെ അവർ അറിയാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രാർത്ഥനയും ഈ പ്രകാരം കാണാം: അല്ലാഹുമ്മ ഖുസിൽ ഉയൂന വൽ അഖ്ബാര അൻ ഖുറൈശിൻ ഹത്താ നബഅത ഫീ ബിലാദിഹ. അള്ളാഹുവേ, ഖുറൈശികളുടെ ചാരന്മാരെയും അവരുടെ വിവരദാതാക്കളെയും തടയണമേ, അങ്ങനെ ഞങ്ങൾ അവരുടെ പ്രദേശങ്ങളിൽ അവരെ പെട്ടെന്ന് കണ്ടെത്തുന്നതുവരെ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് യാത്രയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തുടർന്നും കേൾപ്പിക്കുന്നതാണ്. ഇപ്പോഴത്തെ ലോക സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ നിങ്ങൾ പ്രാർത്ഥനകൾ തുടർന്നു കൊണ്ടേയിരിക്കുക എന്നതാണ്. യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മെ അതിൻ്റെ തീവ്രമായ നാശത്തിൽ നിന്നും രക്ഷിക്കട്ടെ. കാരണം ഇപ്പോൾ ഇറാനുമേൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ യുദ്ധ സാഹചര്യം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓരോ മുസ്ലിം രാജ്യത്തെയും ഒന്നൊന്നായി നശിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം രാജ്യങ്ങൾ ഉറങ്ങുകയാണ്. തങ്ങളുടെ വികസനത്തിലും മറ്റ് താല്പര്യങ്ങളിലും അവർ മുഴുകിയിരിക്കുകയാണ്. എന്തു സംഭവിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങളിൽ സൽപ്രവർത്തനങ്ങളില്ല, പ്രാർത്ഥനയിലേക്ക് ശ്രദ്ധയുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അള്ളാഹ് ഇവർക്ക് ബുദ്ധി നൽകട്ടെ. അവർ ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ, തങ്ങളുടെ ഐക്യം സ്ഥാപിക്കാൻ ശ്രമിക്കട്ടെ. ഇത് ഇന്ന വിഭാഗമാണ്, അത് മറ്റൊരു വിഭാഗമാണ്, അതിനാൽ ഞങ്ങൾ അവരെ സഹായിക്കുന്നില്ല എന്ന് പറയാതിരിക്കട്ടെ. എല്ലാ രാജ്യങ്ങളും അപകടത്തിലാണ്. കാരണം അൽ കുഫ്രു മില്ലത്തുൻ വാഹിദ ആയി കഴിഞ്ഞിരിക്കുന്നു. കാഫിറുകളെല്ലാം ഒരു ഒറ്റ സമൂഹം പോലെയായിരിക്കുകയാണ്. മുസ്ലിങ്ങളും ഒരു ഉമ്മത്തുൽ വാഹിദ, ഒറ്റ സമുദായം ആകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. അല്ലാഹു എല്ലാ നിരപരാധികളെയും എല്ലാ മർദ്ദിതരെയും വലിയ നാശങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر